പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വെലോസിറ്റി ടൈം റിലേഷനാണ്, v = u + at. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷനാണ്, s = ut + ½ at². ഈ രണ്ട് ഇക്വേഷൻസാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തത്. ഇനി മൂന്നാമത്തെ ഇക്വേഷനാണ്. മൂന്നാമത്തെ ഇക്വേഷൻ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷനാണ്, v² = u² + 2as. ഈ ഒരു ഇക്വേഷൻ, ഇത് പ്രധാനപ്പെട്ട മൂന്ന് ഇക്വേഷൻസാണ്. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ പ്രധാനപ്പെട്ട മൂന്ന് ഇക്വേഷനാണ് v = u + at ആൻഡ് s = ut + ½ at² ആൻഡ് v² = u² + 2as. ഈ മൂന്ന് ഇക്വേഷൻസിൽ രണ്ടെണ്ണം നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ആക്സിലറേഷനിൽ നിന്നാണ്. ആക്സിലറേഷൻ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ആവറേജ് വെലോസിറ്റിയിൽ നിന്നാണ്. ആവറേജ് വെലോസിറ്റി. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടിൽ നിന്നും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നാമത്തെ ഇക്വേഷൻ v² = u² + 2as എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ഇതിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് v + u, v - u ആ ഒരു ഫോർമാറ്റ് നമ്മൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ എന്തുണ്ട്, ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, v = u + at ആണ് അല്ലേ. ഇത് നമ്മളിങ്ങനെ ആക്സിലറേഷനിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അതായത് ആക്സിലറേഷൻ = v - u/t ആയിരുന്നു. ആക്സിലറേഷൻ = v - u/t ആയിരുന്നു. ഇതിൽ v - u ഉണ്ട് അല്ലേ. വാട്ട് ഈസ് v - u? v - u = a × t ആണ്. v - u = a × t. ഓക്കെ, ഈ എനെ ടി കൊണ്ട്, ഈ റിസൾട്ടിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ന്യൂമറേറ്റർ കിട്ടും. അപ്പോൾ a × t = v - u, ഈ ഒരു ഫോർമാറ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ s = ut + ½ at². നമ്മൾ കണ്ടുപിടിച്ചത് ആവറേജ് വെലോസിറ്റിയിൽ നിന്നാണ്. ആവറേജ് വെലോസിറ്റിയിൽ നിന്ന് നമ്മൾ ഇതിനെ എടുത്തതില്ല, v ആവറേജ്. ആവറേജ് വെലോസിറ്റി രണ്ട് വെലോസിറ്റി മാത്രം പ്രസൻ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഇപ്പോൾ v + u/2 ആയിരുന്നു നമ്മുടെ എന്ത്, ആവറേജ് വെലോസിറ്റി. v + u/2 ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി / 2 ആയിരുന്നു. അപ്പോൾ ഈ ആവറേജ് വെലോസിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇതിനെ ടൈം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈമാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. വെലോസിറ്റി ഇൻറ്റു ടൈം, ആവറേജ് വെലോസിറ്റി ഇൻറ്റു v + u/2 ഇൻറ്റു t = ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. s = v + u/2 ഇൻറ്റു t ആയിരുന്നു. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഈ v + uക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, v + uന് പകരം ഈ ഒരു ഈ vക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, u + at കൊടുത്തു. എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്ത് s = ut + ½ at² എന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. ഇവിടെ ഒരു ടേം ഉണ്ട്, അതായത് s = v + u/2 ഇൻറ്റു t. ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ, 2s = v + u/2 അങ്ങനെ എഴുതാം. അതായത് നോക്കാം, v + u/2 ഇൻറ്റു t = s ആണ്. അപ്പോൾ 2s/t ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2s/t = v + u.
2s/t ഈക്വൽ ടു വി പ്ലസ് യു. ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് വി മൈനസ് യു കിട്ടി, വി മൈനസ് യു ഈക്വൽ ടു എ ടി കിട്ടി. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടി? വി പ്ലസ് യു ഈക്വൽ ടു 2s/t കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 2, ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം രണ്ട് ഇക്വേഷൻ്റെയും റൈറ്റ് സൈഡുകൾ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ. റൈറ്റ് സൈഡുകളും പിന്നെ അതിനുശേഷം ഈക്വൽ സൈൻ ഇട്ടിട്ട് രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും അല്ലേ? വി പ്ലസ് യു, ഇക്വേഷൻ നമ്പർ 1 എന്താണ്? വി മൈനസ് യു ഇൻറ്റു രണ്ടാമത്തത് വി പ്ലസ് യു അല്ലേ? വി പ്ലസ് യു. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റു ചിഹ്നം നമ്മൾ എന്ത് ചെയ്യാറില്ല? ഉപയോഗിക്കാറില്ല. അത് കൂടി എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ എ എന്താണ്? എ ടി ഇൻറ്റു 2s/t, എ ടി ഇൻറ്റു 2s/t. ഇതിൽ വാട്ട് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. വാട്ട് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി? ഹിയർ ഇറ്റ് ഈസ് വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ആണ്. ഇതേ ഫോർമാറ്റ് അല്ലേ? വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, ആ ഒരു ഫോർമാറ്റാണ്. ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ടൈമിനെ നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ എന്തായി? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആയി. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു അല്ലേ? ഇവിടെ എന്തൊക്കെ ഉണ്ട്? ആ ടി ഇവിടെ ന്യൂമറേറ്ററിലുണ്ട് ഡിനോമിനേറ്ററിലുണ്ട്. ടിയും ടി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ബാക്കി എന്തുണ്ട്? എ ഉണ്ട്, 2 ഉണ്ട്, എസ് ഉണ്ട്. അപ്പോൾ ഇതിൽ 2നെ ആദ്യം എഴുതി കഴിഞ്ഞാൽ 2 പിന്നെ എ എസ് 2as, ഈ ഒരു ഫോർമുല വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. ഇനി ഇതിൽ ഈ യു സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ഇക്വേഷനാണ്. ഇതിനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വി സ്ക്വയർ ഈക്വൽ ടു ഈ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് മൈനസ് യു സ്ക്വയർ പോയി കഴിഞ്ഞാൽ അത് പ്ലസ് യു സ്ക്വയർ ആണ്. യു സ്ക്വയർ പിന്നെ ഇവിടെ എന്തുണ്ട്? പ്ലസ് 2as ഉണ്ട് അല്ലേ? പ്ലസ് 2as അവിടെ എഴുതിയിട്ടില്ല. അത് സാധാരണ സൈന് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാറില്ല? നമ്മളത് മെൻഷൻ ചെയ്യാറില്ല. മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഏതൊരു സംഖ്യയുടെയും ഏതൊരു ലെറ്ററിൻ്റെയും അതിൻ്റെ തുടക്കത്തിലാണ് എന്തുണ്ടായിരിക്കുക? അതിൻ്റെ സൈൻ ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ വി മൈനസ് യു ഉണ്ട് അല്ലേ? വി മൈനസ് യു ബൈ ടി ഉണ്ട്. ഇതിൽ വി എന്നതിന് പ്രത്യേകിച്ച് സൈനൊന്നും ഇല്ല. പക്ഷേ വി എന്നത് എന്താണ്? പോസിറ്റീവാണ്. അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അതിന് തൊട്ട് മുമ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പോസിറ്റീവാണ്. പക്ഷേ യു എന്താണ്? യു നെഗറ്റീവാണ്. യുവിൻ്റെ മുന്നേ എന്തുണ്ട്? മൈനസ് സൈൻ ഉണ്ട്. അതിങ്ങനെ മേലെ തന്നെ എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ലെറ്ററിൻ്റെ തൊട്ട് മുമ്പ് എന്താണ് അതിനെ അപേക്ഷിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സി അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഹിയർ വെലോസിറ്റി ടൈം റിലേഷൻ v equal to u plus ct. Then next is displacement time relation s equal to ut plus half at square. മൂന്നാമത്തത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്താണ്? v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. ഈ 3 ഇക്വേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഭാഗങ്ങൾ കൂടിയാണ് എന്ത്? ഈ 3 ഇക്വേഷൻസ്. ഇനി ഈ 3 ഇക്വേഷൻസും ഏറ്റവും ബേസിക് ആയതുകൊണ്ട് തന്നെ ഈ 3 എണ്ണത്തിൽ നിന്നാണ് ഇക്വേഷൻസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻസ് വളരെ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും പഠിക്കണം. അത് ഡിറൈവ് ചെയ്യുന്ന രീതി അതുകൂടി പ്രധാനമാണ്. ഡിറൈവ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. നിങ്ങൾ ഡിറൈവ് ചെയ്യുന്ന മെത്തേഡ് ഒന്നാമത്തെ ഇക്വേഷൻ
ആക്സിലറേഷനിൽ നിന്നും, രണ്ടാമത്തെ ഇക്വേഷൻ ആവറേജ് വെലോസിറ്റിയിൽ നിന്നും, മൂന്നാമത്തെ ഇക്വേഷൻ ഈ രണ്ട് ഇക്വേഷനിലെ ഓരോ ടേമുകളിൽ നിന്നും. ഇതാണ് ഒരു ടേം. അതുപോലെ ഇവിടെ ഈ രണ്ട് ടേമുകളിൽ നിന്നാണ് മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണല്ലോ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഇതിൽ ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വെലോസിറ്റി 0 ആകുന്ന കണ്ടീഷൻ. ഇപ്പം നമ്മളൊരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. ഈ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് കാറ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. നമ്മൾ ബ്രേക്ക് ചെയ്ത ഉടൻ തന്നെ ആ വണ്ടി നിൽക്കുന്ന സാഹചര്യം ഇല്ല, അല്ലേ? ബ്രേക്ക് ചെയ്ത ഉടൻ തന്നെ വണ്ടി നിൽക്കുമോ? ഇല്ല. ബ്രേക്ക് ചെയ്ത് 1-2 സെക്കൻഡുകൾക്ക് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ വാഹനം സ്റ്റോപ്പ് ആകുന്നത്. അപ്പോൾ നമ്മൾ എത്ര സ്പീഡിലാണോ നമ്മൾ ബൈക്ക് ഓടിക്കുന്നത് അല്ലെങ്കിൽ കാർ ഓടിക്കുന്നത്, അത് ഏകദേശം ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുക എന്നതിനെ കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ 60 സ്പീഡിൽ വാഹനം ഓടിക്കുമ്പോൾ, 60 സ്പീഡിൽ ബൈക്ക് ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ ഏകദേശം ഒരു സെക്കൻഡിൽ 17 മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക? കവർ ചെയ്യുക. ഒരു സെക്കൻഡിൽ ഏകദേശം 17 മീറ്റർ ആണ് കവർ ചെയ്യുക. 17 മീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ആയില്ലേ? നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ചെറിയ ഈ വളവും തിരിവുമുള്ള റോഡുകളെ സംബന്ധിച്ച് 17 മീറ്റർ വലിയൊരു ലെങ്ത്താണ്. 17 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഒരു വളവുണ്ടാകുന്ന നാടാണ് നമ്മുടെ നാട്. ചില ഹൈവേസിൽ മാത്രമാണ് അങ്ങനെ ഇല്ലാത്തത്. അപ്പോൾ ഈ 17 മീറ്റർ ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ പാളിക്കഴിഞ്ഞാൽ മുന്നിലേക്കുള്ള 17 മീറ്റർ എന്താണ്? ഡേഞ്ചർ സോണാണ്. ആ 17 മീറ്ററിൽ എന്ത് ചെയ്യും? ഒരൊറ്റ സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്തും സംഭവിക്കാം. അപ്പോൾ ആ ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം ഞാനിവിടെ പറയാൻ വന്നത് അതല്ല. വെലോസിറ്റി 0 ആകുക, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. വണ്ടി സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എന്തായി? വെലോസിറ്റി 0 ആയിക്കഴിഞ്ഞു. അപ്പോൾ 0 ആയിക്കഴിഞ്ഞാൽ ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ വാഹനം എത്ര മുന്നോട്ട് പോകുമെന്ന് നമ്മൾ അറിയണ്ടേ? ബ്രേക്ക് ചെയ്തതിന് ശേഷം വാഹനം എത്ര ദൂരം മുന്നോട്ട് പോകും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ തന്നെ കണ്ടുപിടിക്കാം. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഇതിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. വെലോസിറ്റി എന്ത് ചെയ്യാം? 0 ആക്കാം. വെലോസിറ്റി 0 ആക്കി കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ സാധിക്കും. വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ ഈ വി സ്ക്വയറിന് പകരം എന്ത് വരും? അല്ലേ? 0 സ്ക്വയർ പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ 0 ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന്. അല്ലേ? രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 0 കിട്ടി. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കുമല്ലോ. എപ്പോഴാണ്? ഒന്ന് എന്തായിരിക്കണം? രണ്ട് ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 5 പ്ലസ് -5 ഈക്വൽ ടു എന്താണ്? 0 ആണ്. കണ്ട നിങ്ങൾ? 5 പ്ലസ് -5, ഈ 5 എന്ന് പറഞ്ഞാൽ എന്താ? +5 ആണ്. 5 പ്ലസ് -5 ഈക്വൽ ടു 0 ആണ്. അതേപോലെ അല്ലേ ഇവിടെ 0 കിട്ടണമെങ്കിൽ യു സ്ക്വയർ ഈക്വൽ ടു 2as ആണ്. യു സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ 2as എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ദാറ്റ് ഈസ് യു സ്ക്വയർ ഈക്വൽ ടു -2as. യു സ്ക്വയർ ഈക്വൽ ടു -2as ആണ്. രണ്ടും എന്താണ്? ഈക്വലും ആണ്. യു സ്ക്വയർ ഈക്വൽ ടു 2as ആണ്. യു സ്ക്വയർ പോസിറ്റീവ് ആണ്. 2as എന്താണ്? മൈനസ് ആണ്. ദെൻ എസ് ഈക്വൽ ടു അല്ലേ -u സ്ക്വയർ ബൈ 2a. ഇതിനാണ് നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അതായത് ബ്രേക്ക് ചെയ്തതിന് ശേഷം എത്ര ദൂരം സഞ്ചരിക്കുന്നു, അതാണ് എസ് ഈക്വൽ ടു -u സ്ക്വയർ ബൈ 2a. ഇതിൽ എ എന്നത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആക്സിലറേഷൻ എന്താണ്? ആ സ്പീഡ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. വെലോസിറ്റിയിൽ വരുന്ന ചേഞ്ച് അത് കൂടുതലാണെങ്കിലും ചേഞ്ചാണ്, കുറവാണെങ്കിലും എന്ത് തന്നെയാണ്? ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിലുള്ള ആക്സിലറേഷൻ റിട്ടാർഡേഷനാണ്, ഡി ആക്സിലറേഷനാണ്. ആ സ്പീഡ് കുറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ഡി ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പോൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? സ്പീഡ് സ്വാഭാവികമായും കുറയുന്നു. ആ കുറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ എന്നാണ് എടുക്കുക. അത് കുറയുന്നത് കൊണ്ടാണ് ഇവിടെ ഈ മൈനസ് സൈൻ വരുന്നത്.
ആക്സിലറേഷൻ കൂടുകയാണെങ്കിൽ, ആക്സിലറേഷൻ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, വെലോസിറ്റി കൂടുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. വെലോസിറ്റി കുറയുകയാണെങ്കിൽ അത് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡി ആക്സിലറേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതായിരിക്കും. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ആകുമ്പോൾ അതിനെന്തുണ്ടായിരിക്കും? സ്പീഡ്, അതായത് സ്പീഡ് കുറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് സൈനോടാണ് അത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ, ഇതിപ്പോൾ ഈ 3 ഇക്വേഷൻസ്, അത് ഡിറൈവ് ചെയ്യുന്ന മെത്തേഡുകൾ, പിന്നെ അതിൽ നിന്ന് ഇക്വേഷൻസ്, പുതിയ പുതിയ ഇക്വേഷൻസ് കണ്ടെത്തുന്ന രീതികൾ, അതിൽ കണ്ടെത്തുന്ന രീതികളിൽ ഒരു രീതിയാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി വരുന്ന ചാപ്റ്ററുകളിലൊക്കെ അത്തരം ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക, വീഡിയോസൊക്കെ എല്ലാവരും കാണാം. നമ്മൾ അയച്ചിരുന്ന നോട്ട്സ് നിങ്ങൾ തിരിച്ച് എഴുതി അയക്കുക, പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക, ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. എല്ലാവരും ഗൗരവത്തോടു കൂടെ തന്നെ എന്ത് ചെയ്യുക? മുന്നോട്ട് പോകും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.